ഒരു 2500 എടുക്കാം. 2500 നാളെ തരാം. ഗൂഗിൾ പേ ഉണ്ടോ? ഗൂഗിൾ പേ ഉണ്ട്. ഇക്കാലത്ത് 6,000 ഗൂഗിൾ പേ ഇല്ലാത്ത മകൂടാ. എൻ്റെ എല്ലാം കാശില്ല. ഇത് എവിടെ നിന്ന് വരുന്നടാ നിനക്ക്? സ്നേഹം കൊണ്ട് ആരെങ്കിലും കൈക്കോഴി ഇടിച്ചങ്ങ് നീര് ഒളിച്ചിട്ടാണ് സ്നേഹം കാണിക്കുന്നത്. അത് പോട്ടെ, എന്തുകൊണ്ട് എവിടെ പോകുന്നു? ഒന്നും പറയണ്ടടാ. ഭയങ്കര പ്രതിസന്ധിയില്ല. മൈക്രോ ഫിനാൻസിലെ ചേച്ചി കണ്ട വീട്ടിൽ വന്നിരുന്നു തട്ടം തുറന്ന് ചോറ് തിന്നു. കറി ഇടിച്ചാൽ മതി. എനിക്ക് 2,500 രൂപ വേണോ? ഇന്ന് അടവാടാ. പണിയൊക്കെ വളരെ കുറവാടാ. പൈസ അതിരിക്കട്ടെ, നീ അങ്ങോട്ട് പോകുന്നു? നീ ഒന്നും അറിഞ്ഞില്ലയോ? ഇല്ല. നമ്മുടെ സുരേണ്ണൻ മരിച്ചുപോയി. ഏത് സുരേണ്ണൻ? നമ്മുടെ പെയിന്റിങ്ങിന് പണിക്ക് പോകുന്ന സുരേണ്ണൻ. നമ്മുടെ പെയിന്റിങ്ങിന്റെ പണിക്ക് പോകുന്ന സുരേണ്ണനാ? എന്തോ വിളിക്ക്. ഒന്നും പറയണ്ട എന്റെ പൊന്നളിയാ. നീ പറയടാ. അതൊരു കഥയാണ്. കടം കേറി മുടിഞ്ഞ സുരയാണി ഇന്നു തൂങ്ങി മരിച്ചു. തുണയായ ഭാര്യ സിന്ധു ചതിച്ചു. കേബിൾ പിരിവിനു വന്ന സുകുമാരനൊന്നു കണ്ണു ഞൊടിച്ചു. അതു കണ്ട സിന്ധു നമ്പർ കൊടുത്തു. പതിയറിയാതെ പലവിധ കോളും പതിവ്രത പതിവാക്കിയോ. കടം കേറി മുടിഞ്ഞ സുരയാണി ഇന്നു തൂങ്ങി മരിച്ചു. തുണയായ ഭാര്യ സിന്ധു ചതിച്ചു. പലവിധ ലോണിൽ കുടുങ്ങിയ പാവം പൈൻഡിൽ മൈൻഡായി മാറിപ്പോ. തെറിവിളിയായി ആളുകൾ കൂടി വീടോ യുദ്ധ കളമായി. ചോറ്റുപാത്രങ്ങളും ഓട്ടുപാത്രങ്ങളും ഓട്ടയില്ലാത്തതൊന്നില്ല വീട്ടില്. തൊലിയുരിയുന്ന പോലുള്ള തെറിയൊന്നു കേട്ടാൽ മാർപ്പാപ്പ പോലും മടലിനടിക്കും. കടം കേറി മുടിഞ്ഞ സുരയാണി ഇന്നു തൂങ്ങി മരിച്ചു. തുണയായ ഭാര്യ സിന്ധു ചതിച്ചു.